നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരിക്കൽ പോലും നമ്മൾ നേരിൽ കണ്ടിട്ടില്ലാത്തവർ, എന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നമ്മൾ സ്നേഹിക്കുന്നവർ, അങ്ങനെ സ്നേഹം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് കലാകാരന്മാർ. അവരുടെ ജീവിതത്തിൽ ഒരു വിഷമം വന്നാൽ അത് നമ്മുടേത് കൂടിയായി മാറും. അങ്ങനെ ഒരു വല്ലാത്ത വിഷമത്തിലാണ് നമ്മൾ മലയാളികൾ. അമ്മയും മകളും ചെറുമകളും മരുമകനും ഒക്കെ നമുക്കേറെ പ്രിയപ്പെട്ട കലാകാരന്മാർ. താരാ കല്യാണിൻ്റെ കുടുംബമാണത്. താരാ കല്യാണിൻ്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. കുറേ അധികം നാളുകളായി ഇടറിയും മുറിഞ്ഞുമൊക്കെ ആയിരുന്നു ഈ പ്രിയ കലാകാരിയെ നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാ ഏറെ വേദനയുണ്ടാക്കുന്ന വാർത്ത, അമ്മയുടെ ശബ്ദം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്ന് താരാ കല്യാണിൻ്റെ മകൾ സൗഭാഗ്യ അറിയിച്ചിരിക്കുകയാണ്. നിരവധി ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന ഒരു കലാകാരി കൂടിയാണ് താരാ കല്യാൺ. മലയാള കലാരംഗത്ത് ഉയർന്ന വ്യക്തിത്വത്താൽ തൻ്റേതായി ഒരിടം ഉണ്ടാക്കിയ കലാ ആസ്വാദകരായ എല്ലാ മലയാളികളും വളരെ സ്നേഹിക്കുന്ന ഒരു കലാകുടുംബം. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗമാണ് താരാ കല്യാണിനെ പിടികൂടിയിരിക്കുന്നത്. തലച്ചോറിൽ നിന്നും ശബ്ദപേടകത്തിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയാത്ത വളരെ വേദനയുള്ള ഒരവസ്ഥ. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തൊണ്ടയിൽ ആരോ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് പോലെ തോന്നും. കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ വേദന വർദ്ധിച്ച് ഒരല്പം വെള്ളം കുടിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട്. ശബ്ദത്തിൻ്റെ ചലനം മെച്ചപ്പെടുത്തുവാനുള്ള ബോട്ടക്സ് കുത്തിവെപ്പെടുത്ത് പൂർണ്ണ വിശ്രമത്തിലായിരുന്ന സമയത്താണ് താരാ കല്യാണിൻ്റെ അമ്മ സിനിമാ താരമായിരുന്ന സുബലക്ഷ്മി മരണപ്പെടുന്നത്. മരണമറിഞ്ഞു വന്ന സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും സംസാരിക്കാതിരിക്കാൻ ഈ സ്നേഹമയ്യായ കലാകാരിക്ക് കഴിഞ്ഞില്ല. അതോടെ ഉണ്ടായിരുന്ന അല്പശബ്ദവും നഷ്ടമായി. 4 ദിവസം മുമ്പ് 1 മണിക്കൂർ നീണ്ട ഏറെ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ നടത്തി. ഇപ്പോൾ ശബ്ദവിശ്രമത്തിലാണ് താരാ കല്യാൺ. ശബ്ദം തിരികെ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ. ശബ്ദം ലഭ്യമായാൽ തന്നെ വ്യത്യസ്തമായൊരു ശബ്ദമാവും ഇനി അങ്ങോട്ട് ഉണ്ടാവുക. പാട്ടുപാടാനോ അല്പം ഉച്ചത്തിൽ സംസാരിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥ. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായ താരാ കല്യാണിൻ്റെ ശബ്ദം തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ നമുക്കും കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.